പി.കെ. ശശി വിവാദത്തിൽ പാലക്കാട് CPIM രണ്ട് തട്ടിൽ. തെരുവിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നും തെരുവിൽ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബൂർഷ്വാ രീതിയാണെന്നും സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. പി.കെ. ശശി വിഷയം ജില്ലാ നേതൃത്വം ചർച്ച ചെയ്യുമെന്നും ഒരാളും CPIM വിട്ട് കോൺഗ്രസിൽ പോകില്ല എന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. അതേസമയം മണ്ണാർക്കാട് പാർട്ടി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ കേസിൽ പ്രതിയായ അഷ്റഫിന്റെ ആരോപണങ്ങൾ CPIM പ്രാദേശിക നേതൃത്വം തള്ളി. മണ്ണാർക്കാടുള്ള ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി എത്തിയതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ പി.കെ. ശശിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയായിരുന്നു CPIM പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റേത്. പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പി.കെ. ശശിയെ നിസാരവൽക്കരിച്ചായിരുന്നു പ്രതികരിച്ചത്. തുടർന്ന് ശശിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി CPIM മണ്ണാർക്കാട് പ്രകടനവും PM ആർഷോയുടെ സിനിമാ സ്റ്റൈൽ പ്രസംഗവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് NN കൃഷ്ണദാസ് തെരുവിലെ പരസ്യ പ്രതിഷേധത്തെ തള്ളി രംഗത്ത് വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നങ്ങൾ അകത്താണ് പരിഹരിക്കുന്നതെന്ന് കൃഷ്ണദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വലിയ പ്രശ്നങ്ങളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങൾ അത് പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കുന്നത്. അതിന് പാർട്ടിക്ക് രീതികളുണ്ട്. ആ പാർട്ടി രീതിയിലാണ് ഞങ്ങളത് പരിഹരിക്കുക. തെരുവിൽ വെച്ച് ഞങ്ങൾ ഒരു പാർട്ടി പ്രശ്നം പരിഹരിക്കുക. അതൊരു ബൂർഷ്വാ രീതിയാണ്, അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. ജില്ലാ നേതൃത്വം പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന സുരേഷ് ബാബുവിന്റെ വാദവും കൃഷ്ണദാസ് തള്ളി. സാധാരണഗതിയിൽ പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ ഘടകമാണ് പരിശോധിക്കുന്നതെന്നും പക്ഷേ പി.കെ. ശശിയുടെ കാര്യത്തിൽ ജില്ലാ നേതൃത്വം പരിശോധിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഇക്കാര്യങ്ങളൊന്നും അവിടുത്തെ ബ്രാഞ്ച് പരിശോധിക്കേണ്ടതല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുത്തത് പാർട്ടി ജില്ലാ നേതൃത്വമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം ഉൾപ്പെടെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അനായാസം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ളൂവെന്നും പാർട്ടിയിൽ നിന്ന് ഒരാളും കോൺഗ്രസിലേക്ക് പോകില്ലെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. അതേസമയം മണ്ണാർക്കാട് പാർട്ടി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ കേസിൽ പ്രതിയായ അഷ്റഫിന്റെ ആരോപണങ്ങൾ CPM നേതാക്കൾ തള്ളി. CPIM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി മൻസൂറിനോടും DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജിനോടും സംസാരിച്ചതിന് ശേഷം വെല്ലുവിളിയായാണ് പടക്കം പൊട്ടിച്ചതെന്നാണ് അഷ്റഫ് പറഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഷ്റഫിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇരുവരും പറഞ്ഞു. നമ്മളുടെ ഏറ്റവും വലിയ ഹൃദയമാണ് ഞങ്ങളുടെ ഓഫീസ്. ആ ഓഫീസിലേക്ക് പടക്കം എറിയാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുമെന്നുള്ള ഒരു രീതി അത് ഏതോ ഒരു ഭാഗത്തു നിന്ന് എടുത്ത ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് ആ സമയത്ത് സൂചിപ്പിക്കാം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി നടത്തുന്ന അഴിമതികൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന മൻസൂറിനെ തകർക്കുക, അത്തരം അഴിമതികൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന DYFIയെ തകർക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. രാഷ്ട്രീയ എതിരാളികൾ അതിന് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുക. അതേസമയം ശശിയെ സ്വാഗതം ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ്. അജിത് ബാബു, ന്യൂസ് മലയാളം, പാലക്കാട്.